അങ്ങനെ കള്ളു കുടിച്ച് ബോധം കെട്ട് കിടക്കുന്നവരെ അവര് പോലും അറിയാതെ മൊയ്തു മതപരിവർത്തനം നടത്തി. കേരളത്തിൽ ഒരു പുതിയ തീവ്രവാദ പ്രവർത്തനം തുടക്കമിടുകയായിരുന്നു കള്ളു ജിഹാദ്. കോഴിക്കോട് നിന്ന് 500 പേരും, മലപ്പുറത്ത് നിന്ന് 2000 പേരും, കണ്ണൂരിൽ നിന്ന് 700 പേരും, കാസർഗോഡ് നിന്ന് 1000 പേരുമാണ് കള്ളു ജിഹാദിലൂടെ മതപരിവർത്തനത്തിന് ഇരയായിട്ടുള്ളത്. മതം മാറിയവരെ കാശ്മീരിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായിട്ടാണ് ഇന്റലിജൻസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെ കലക്കൂല ഇതൊരുമാതിരി അലിബിമത്തി കറി പോലുണ്ട്. അത് മൊത്തം ഒരു പൊരുത്തക്കേട്. ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കുമോ? എന്തേ? ഒന്നാമത് മുസ്ലിങ്ങൾക്ക് കള്ളറാണ്, പിന്നെ ഒരു സാധനം വെച്ചിട്ട് മതം മാറ്റാൻ നോക്കുക. സംഗതി തിരിച്ചു പോയി. പിന്നെ പെണ്ണുങ്ങളെ ഉറച്ച് മതം മാറ്റലും അവരെ കൊണ്ട് വേശ്യാലയത്തിൽ വിൽക്കുന്നൊക്കെ മുസ്ലിങ്ങൾക്ക് പുണ്യകരമായതുകൊണ്ടാണ് ലവ് ജിഹാദ് ഇവിടെയൊക്കെ എല്ലാവരും വിശ്വസിച്ചത്. ലവ് ജിഹാദിന്റെ അത്ര പൊരുത്തക്കേടൊന്നും ഇതിലില്ലടോ. ലവ് ജിഹാദ് വിശ്വസിച്ച കേരളന്മാര് ഇത് വിശ്വസിക്കൂ. നല്ലൊരു പ്രശ്നമുണ്ട്. പത്രം മുസ്ലിം വിരുദ്ധാണെന്നൊരു പ്രചരണം വരും. അതിന് വേറൊരു വഴിയുണ്ട്. അച്ചായൻ തന്ത്രം. വർഷത്തിൽ 364 ദിവസവും ഇമാതിരി വാർത്തകൾ കൊടുത്തിട്ട് 365ാമത്തെ ദിവസം നമ്മൾ തങ്ങളെ വീട്ടിലെ ഏതെങ്കിലും കുട്ടീന്റെ സുന്നത്ത് കല്യാണത്തിന്റെ ചടങ്ങിൽ ഫുൾ കവറേജ് വാർത്ത കൊടുക്കുന്നു, വിത്ത് കളർ ഫോട്ടോ. മലപ്പുറം എഡിഷനിൽ മാത്രം മതി. അപ്പൊ അവര് വിചാരിക്കും ഇത് അവരുടെയും കൂടെ പത്രമാണ്. നമ്മൾ സേഫ്.